ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSSC റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോഫിസിക്സ് എന്ന മൊഡ്യൂളിലെ സ്പെക്ട്രോസ്കോപ്പി, ഹൈ പെർഫോംഡ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി, എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സെപ്പറേഷൻ ഇൻ ഹൈ പെർഫോംഡ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി HPLC ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ. HPLCയിലെ സെപ്പറേഷൻ എന്തിന്റെ ബേസിലാണ് നടക്കുന്നത്? ഓപ്ഷൻ നോക്കാം. മോളിക്കുലർ വെയിറ്റിന്റെ ആണോ, ചാർജിന്റെ ആണോ, വേപ്പർ പ്രഷറിന്റെ ആണോ, അത് പാർട്ടീഷൻ ബിറ്റ്വീൻ മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്? നമുക്ക് എല്ലാവർക്കും ക്രൊമാറ്റോഗ്രാഫി എന്താണെന്ന് അറിയാം. അതിനകത്ത് ഒരു സ്റ്റേഷനറി ഫേസും ഒരു മൊബൈൽ ഫേസും കാണും അല്ലേ? അതിന്റെ പാർട്ടീഷന്റെ ബേസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻ റിവേഴ്സ്ഡ് ഫേസ് HPLC ദ സ്റ്റേഷനറി ഫേസ്, റിവേഴ്സ്ഡ് ഫേസിലുള്ള HPLCയിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് നോൺ പോളാർ ആയിരിക്കും. ദ മൊബൈൽ ഫേസ് ഇൻ HPLC യൂഷ്വലി, HPLCയിലെ മൊബൈൽ ഫേസ് സാധാരണഗതിയിൽ ലിക്വിഡ് ആയിരിക്കും. മൊബൈൽ ഫേസ് എപ്പോഴും ഒരു ലിക്വിഡ് ആയിരിക്കും. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിറ്റക്ടർ ഇൻ HPLCയിൽ സാധാരണ ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ എന്ന് പറയുന്നത് UV വിസിബിൾ ഡിറ്റക്ടർ ആണ് ഉപയോഗിക്കുന്നത്. ടിപ്പിക്കൽ പാർട്ടിക്കിൾ സൈസ് യൂസ്ഡ് ഇൻ HPLC കോളം പാക്കിംഗ് ഈസ്, HPLC കോളം പാക്കിംഗ് സാധാരണ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് 3 മുതൽ 10 വരെ മൈക്രോമീറ്റർ ആയിരിക്കും, ന്യൂമീറ്റർ ആയിരിക്കും. HPLC ഓപ്പറേറ്റ്സ് അണ്ടർ, HPLC ഏതിന്റെ കീഴിൽ അല്ലെങ്കിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഹൈ പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. റിട്ടൻഷൻ ടൈം ഇൻ HPLC refers to, HPLCയിലെ റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ അനലൈറ്റ് ടു എല്യൂട്ട്. Resolution in chromatography is a measure of peak separation efficiency. In normal phase HPLC, the stationary phase, നോർമൽ ആയിട്ടുള്ള ഫേസിലുള്ള HPLCയിലെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും പോളാർ ആയിരിക്കും. റിവേഴ്സിലാണെങ്കിൽ നോൺ പോളാർ ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. The function of the pump in HPLC is to, ഒരു HPLCയിലെ പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഹൈ പ്രഷർ ഫ്ലോ ഓഫ് മൊബൈൽ ഫേസ്. ഐസോക്രാറ്റിക് എല്യൂഷൻ മീൻസ്, ഐസോക്രാറ്റിക് എല്യൂഷന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മൊബൈൽ ഫേസ് കോമ്പോസിഷൻ ആണ്. ഗ്രേഡിയന്റ് എല്യൂഷൻ ഇൻവോൾവ്സ്, ഗ്രേഡിയന്റ് എല്യൂഷനിൽ ഉൾപ്പെടുന്നത് ചേഞ്ചിങ് സോൾവെന്റ് കോമ്പോസിഷൻ ഓവർ ടൈം ആണ്. ഓപ്ഷൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല, സമയക്കുറവുള്ളത് കൊണ്ടാണ് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. വിച്ച് ഡിറ്റക്ടർ ഈസ് ഹൈലി സെൻസിറ്റീവ് ഫോർ അരോമാറ്റിക് കോമ്പൗണ്ട്സ്? ഇതില് ഏത് ഡിറ്റക്ടറാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്സിന് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത്? UV ഡിറ്റക്ടർ തന്നെയാണ്. കോളം എഫിഷ്യൻസി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്, കോളം എഫിഷ്യൻസി സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് പ്ലേറ്റ്സ്, അതായത് തിയററ്റിക്കൽ പ്ലേറ്റ്സിന്റെ ബേസിലായിരിക്കും. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് സാമ്പിൾ ഇൻ ടു HPLCs, സാധാരണ ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഇൻജക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും. ഡെഡ് ടൈം റെഫേഴ്സ് ടു, എന്താണ് ഈ ക്രൊമാറ്റോഗ്രാഫിയിലെ ഡെഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടൈം ടേക്കൺ ബൈ അൺറീറ്റെയിൻഡ് സൊല്യൂട്ട്. എ ലിമിറ്റേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ ഈസ്, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടറിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് cannot be used in gradient illusion, നമുക്കത് ഗ്രേഡിയന്റ് ഇല്യൂഷനിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പീക്ക് ബ്രോഡനിങ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ, പീക്ക് ബ്രോഡനിങ് സാധാരണ ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആൻഡ് മാസ് ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ്. ഇൻക്രീസിംഗ് ഫ്ലോ റേറ്റ് ജനറലി, ഇൻക്രീസിംഗ് ഫ്ലോ റേറ്റ് സാധാരണഗതിയിൽ ഡിക്രീസസ് റിട്ടൻഷൻ ടൈം ആയി, റിട്ടൻഷൻ ടൈമിനെ കുറയ്ക്കുന്നു. അതായത് ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് സാധാരണ റിട്ടൻഷൻ ടൈമിനെ കുറയ്ക്കാൻ കാരണമാകും. HPLC is preferred over gas chromatography അഥവാ GC4. സാധാരണ GC, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ HPLC നേട്ടം എന്ന് പറയുന്നത്, അത് എന്തുകൊണ്ട് അത് പ്രിഫർ ചെയ്യാൻ കാര്യം വെച്ചാൽ അതിനകത്ത് ഉപയോഗിക്കുന്നത് നോൺ വോളറ്റൈൽ ആൻഡ് തെർമോലബിൾ കോമ്പൗണ്ട്സ് ആയിരിക്കും. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്തിന്റെ ബേസിലായിരിക്കും? ന്യൂക്ലിയർ സ്പിൻ ട്രാൻസിഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. Which nucleus is most commonly used in NMR spectroscopy? സാധാരണഗതിയിൽ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ന്യൂക്ലിയസ് ഹൈഡ്രജന്റെ
ഐസോട്ടോപ്പായ പ്രോട്ടിയം അഥവാ H1 ആണ്. ദ റെസൊണൻസ് കണ്ടീഷൻ ഇൻ NMR ഒക്കേസ് വെൻ. സാധാരണ NMRൽ റെസൊണൻസ് കണ്ടീഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? അതായത് എനർജി ഡിഫറൻസ് മാച്ചസ് RF റേഡിയേഷൻ. എനർജി ഡിഫറൻസ് RF റേഡിയേഷനുമായിട്ട് മാച്ച് ആകുമ്പോഴാണ്. ദ കെമിക്കൽ ഷിഫ്റ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. സാധാരണ കെമിക്കൽ ഷിഫ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യൺ ആണ്, ppm-ലായിരിക്കും. ദ റെഫറൻസ് കോമ്പൗണ്ട് കോമൺലി യൂസ് ഇൻ NMR. സാധാരണ NMR ഉപയോഗിക്കുന്ന റെഫറൻസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടെട്രാ മീഥൈൽ സൈലീൻ ആയിരിക്കും. ദ സ്പ്ലിറ്റിംഗ് ഓഫ് NMR സിഗ്നൽസ് ഈസ് ഡ്യൂ ടു. NMR സിഗ്നൽസിന്റെ സ്പ്ലിറ്റിങ്ങിന് കാരണം സ്പിൻ കപ്ലിംഗ് കൊണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് സിഗ്നൽസ് ഇൻ പ്രോട്ടിയം NMR ഇൻഡിക്കേറ്റഡ്. പ്രോട്ടിയം NMRലെ നമ്പർ ഓഫ് സിഗ്നൽസ് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് കെമിക്കലി നോൺ ഇക്വിവലന്റ് പ്രോട്ടോണിനെയാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയസ് NMR ഇനാക്റ്റീവ്. സാധാരണ ഏത് ന്യൂക്ലിയസ് ഉപയോഗിക്കുമ്പോഴാണ് NMR ഇനാക്റ്റീവ് ആവുന്നത്? അതിലെ കാർബൺ 12 ഉപയോഗിച്ചാൽ അത് ഇനാക്റ്റീവ് ആയിരിക്കും. ബാക്കിയെല്ലാം ആക്റ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. ഡൗൺ ഫീൽഡ് ഷിഫ്റ്റ് കറസ്പോണ്ട്സ് ടു ഡിക്രീസ്ഡ് ഷീൽഡിംഗ് ആയിരിക്കും. The multiplicity of a signal follows n+1 rule. Coupling constant is measured in hertz. Which technique improves sensitivity in NMR? NMR sensitivity improvement സാധാരണ ഉപയോഗിക്കുന്നത് Fourier transform NMR ആയിരിക്കും. The area under NMR peak represents. സാധാരണ NMR പീക്കിലെ ഏരിയ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. വിച്ച് സോൾവെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ NMR. NMR ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് CdCl3 ആയിരിക്കും. ഷീൽഡിംഗ് എഫക്ട് ഇൻ NMR ഈസ് കോസ്ഡ് ബൈ. NMRലെ ഷീൽഡിംഗ് എഫക്റ്റിന് കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് അറൌണ്ട് ന്യൂക്ലിയസ് ആയിരിക്കും. Which factor affects chemical shift? കെമിക്കൽ ഷിഫ്റ്റിന് കാരണമാവുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ നോക്കുക. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണോ, ഹൈബ്രിഡൈസേഷൻ ആണോ, ഹൈഡ്രജൻ ബോണ്ടിങ് ആണോ, ഇതെല്ലാം കാരണമാവുന്നുണ്ട്. സോ ആൾ ഓഫ് ദീസ് ആണ് ആൻസർ. എ സിംഗ്ലറ്റ് ഇൻ NMR ഇൻഡിക്കേറ്റ്. ഒരു NMRലെ സിംഗ്ലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോ നെയ്ബറിംഗ് പ്രോട്ടോൺ ആണ് ഉദ്ദേശിക്കുന്നത്. Which NMR technique is used for carbon analysis? സാധാരണ കാർബണിന്റെ അനാലിസിന് ഏത് NMR ആണ് ഉപയോഗിക്കുന്നത്? അതായത് കാർബൺ 13 NMR ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഹൈഡ്രജന്റെയും കാർബണിന്റെയും ഫ്ലൂറിന്റെയും ഒക്കെ ന്യൂക്ലിയസ് തന്നിരുന്നു. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ വരാത്തത് കാർബൺ 12 ആയിരുന്നല്ലോ. അപ്പൊ 13 ഉപയോഗിക്കുന്നു ഓർത്തിരിക്കുക. The gyromagnetic ratio is related to nuclear spin properties. Which of the following gives information about molecular structure? ഇതിലെ മോളിക്കുലർ സ്ട്രക്ചറിനെ പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ തരുന്നത് ഏതാണ്? അതായത് IR സ്പെക്ട്രോസ്കോപ്പി ആണോ, UV സ്പെക്ട്രോസ്കോപ്പി ആണോ, NMR സ്പെക്ട്രോസ്കോപ്പി ആണോ? അതായത് ഒരു മോളിക്കുലർ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് ഇതെല്ലാ സ്പെക്ട്രോസ്കോപ്പിയും തരാറുണ്ട്. സോ all of the above. Option D ആണ് ആൻസർ. In mass spectrometry, the molecular ion peak corresponds to intact molecule -1 electron. അത് ഓർത്തിരിക്കാം. Which technique directly gives molecular weight of a compound? ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ വെയിറ്റ് കാണാൻ നമ്മൾ ഏത് ടെക്നിക്കാണ് നേരിട്ട് ഉപയോഗിക്കുന്നത്? NMR സ്പെക്ട്രോസ്കോപ്പി ആണോ, മാസ് സ്പെക്ട്രോമെട്രി ആണോ, IR സ്പെക്ട്രോസ്കോപ്പി ആണോ, UV സ്പെക്ട്രോസ്കോപ്പി ആണോ? മാസ്. ഒരു കോമ്പൗണ്ട് വെയിറ്റ് കണ്ടുപിടിക്കാൻ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? മാസ് സ്പെക്ട്രോമെട്രി തന്നെയാണ് ഉപയോഗിക്കുന്നത്. In protium NMR, the number of signals correspond to equivalent set of protons. The base peak in mass spectrometry represents most abundant ion. Which combination is best for determining molecular structure? Molecular structure determine ചെയ്യാൻ ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യാം? അതായത് ഏതൊക്കെ സ്പെക്ട്രോമെട്രിയുടെ കോമ്പിനേഷൻ യൂസ് ചെയ്യാം? NMR plus UV ആണോ, മാസ് സ്പെക്ട്രോമെട്രി പ്ലസ് IR ആണോ, NMR പ്ലസ് MS ആണോ, UV പ്ലസ് IR ആണോ? NMR പ്ലസ് MS ആണ് ആൻസർ. ഇൻ NMR സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ് ഇസ് ഡ്യൂ ടു, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്പിൻ കപ്ലിംഗ് തന്നെയാണ് ആൻസർ. ദ M bar is a value in mass spectrometry represents. അത് എന്തിനെ സൂചിപ്പിക്കുന്നത്? M by അല്ലെങ്കിൽ M bar Z എന്ന വാല്യൂ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മാസ് ടു ചാർജ് റേഷ്യോ ആണ് സൂചിപ്പിക്കുന്നത്.
Which peak in MS helps identify isotope? Isotope identify സാധാരണ MS ൽ ഏത് പീക്കാണ് ഉപയോഗിക്കുന്നത് ഐസോട്ടോപിക് പീക്ക് തന്നെയാണ് ആൻസർ. That a triplet in protium NMR indicate ഒരു പ്രോട്ടിയം NMR-ലെ ട്രിപ്ലറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് 2 neighboring proton ആയി. Fragmentation in MS occurs due to electron impact ionization. Which nucleus is commonly used in NMR but not in MS detection? സാധാരണ NMR-ൽ ഉപയോഗിക്കുന്നത് MS ഡിറ്റക്ഷനിൽ ഉപയോഗിക്കുന്നതുമായ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാ ന്യൂക്ലിയസും തന്നെ അയോണുകളായിട്ട് MS-ൽ ഡിറ്റക്റ്റബിൾ ആണ്. അപ്പോൾ ആൾ ആർ ഡിറ്റക്റ്റബിൾ ഇൻ MS ആസ് അയോൺ ആണ് ആൻസർ. Chemical shift in NMR is influenced by electron density. Which MS technique is soft ionization? That is chemical ionization. Integration in NMR gives relative number of protons. Which type of radiation is absorbed by nuclei in a magnetic field during an NMR experiment? അപ്പോൾ സാധാരണഗതിയിൽ ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ ആയിരിക്കും, ഓർത്തിരിക്കുക. Which of the following provides information about connectivity of atom? തന്നിരിക്കുന്നതിൽ ആറ്റത്തിന്റെ കണക്ടിവിറ്റിയുമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് NMR സ്പെക്ട്രോസ്കോപ്പി ആയിരിക്കും. McLafferty rearrangement is observed in mass spectrometry. Downfield shift in NMR indicates de-shielded nucleus. The nitrogen rule in MS states that odd mass equal to odd nitrogen atoms. Which analytical techniques gives a fragmentation pattern useful for structural elucidation? Mass spectrometry ആണ് ആൻസർ. In NMR, TMS is used as reference standard. Which signal appears at highest field in protium NMR? Alkaline proton. The peak intensity in MS depends on stability of ion. Which technique is non-destructive? NMR spectroscopy. Which gives isotopic abundance information? അത് മാസ് സ്പെക്ട്രോസ്കോപ്പിയാണ്, MS ആണ് ആൻസർ. Plasma emission spectroscopy is based on emission of radiation by excited atoms. The most commonly used plasma source, inductively coupled plasma. The plasma in ICP is typically generated using radio frequency shield. The temperature of ICP plasma is approximately 6,000 to 10,000 Kelvin. The main gas used in ICP, argon. In plasma emission spectroscopy, the emission occurs when electrons falls to lower energy levels. Which technique is used for multi-element analysis? ICP OES, അതായത് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. Which region of spectrum is mainly used in ICP OES? Visible or UV? Plasma stability depends on RF പവർ ആണോ, ഗ്യാസ് ഫ്ലോ റേറ്റ് ആണോ, സാമ്പിൾ ഇൻട്രഡക്ഷൻ ആണോ? ഇതെല്ലാം തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Which application is common for ICP OES? Trace metal analysis. Atomic emission spectroscopy is based on emission of light by excited atoms. In atomic emission spectroscopy or AES, excitation of atom is achieved by external energy source or flame, plasma or arc. The emitted radiation AES corresponds to difference between excited and lower energy levels. Which of the following is common excitation source in AES? Flame. In flame emission spectroscopy, the flame acts as excitation source.
The intensity of emission in AES is proportional to concentration of sunlight, which element is commonly analyzed using flame emission spectroscopy. Sodium. The color of sodium emission flame is yellow. Which instrument component isolates specific wavelengths? Monochromator. In AES, atomization refers to conversion into free atoms. Which detector is commonly used in AES? Photomultiplier tube. AES particularly suitable for trace metal analysis. Which of the following provides higher temperature than flame? ഫ്ലെയിമിനേക്കാൾ ഹയർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാം തന്നെയാണ് ആൻസർ ഔട്ട് ഓഫ് ദി എബോവ് ആണ്. Which region of spectrum is commonly used in AES, visible or UV? Which factor affects emission intensity? Temperature ആണോ, കോൺസെൻട്രേഷൻ ആണോ, മാട്രിക്സ് എഫക്റ്റ് ആണോ? ഇതെല്ലാം ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ all of the above ആണ് ആൻസർ. The phenomenon of X-ray diffraction was first demonstrated by option B, Low. The fundamental equation used in X-ray diffraction is Bragg's law. In Bragg's equation, D represents interplanar spacing. The angle between the incident X-ray and reflecting crystal plane is called Bragg angle. X-ray are diffracted by crystal planes. The wavelength of X-rays is of the order of 1 angstrom. Which technique is mainly used to determine crystal structure? Answer X-ray diffraction. Which property of crystal enables diffraction? Periodic arrangement of atoms. Which of the following is not a component of X-ray diffractometer? Electrophoretic chamber. That is the component. Baki ellam component. That is X-ray source ആയാലും detector ആയാലും crystal sample holder ആയാലും. The diffraction angle commonly measured 2 theta. ഇന്നത്തെ ക്ലാസ്സിൽ ബയോഫിസിക്സിലെ കുറച്ച് ടോപ്പിക്കിന്റെ റിവിഷനാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം പ്രത്യേകിച്ച് സ്പെക്ട്രോസ്കോപ്പിയുടെ മാക്സിമം ടൈപ്പുകളുടെ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട് പഠിക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിക്കുക. എക്സാം അടുത്തിരിക്കുകയാണെന്ന് അറിയാം. നാളെ എക്സാം ആണ്. നാളെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 21ലേക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സുവോളജി കൂട്ടുകാർക്കും എല്ലാവർക്കും, ബോട്ടണി സുവോളജി എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും.